ജപ്പാനിൽ ഇടയ്ക്കിടയ്ക്ക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ കഴിഞ്ഞ മാസം ജപ്പാനിൽ ഒരു വലിയ ഭൂകമ്പം പ്രവചിച്ചിരുന്ന ഒരു സ്ത്രീ അവരുടെ ആ പ്രവചനം കാരണം ജപ്പാനിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കുറഞ്ഞു. കാരണം ഇവർ മുമ്പ് പ്രവചിച്ചെല്ലാം മാരകമായി സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ ഈ പ്രവചനം തെറ്റിപ്പോയി. ഈ പ്രവചനത്തിൽ ഭൂകമ്പവും സുനാമിയും ഒന്നും വന്നില്ല. പക്ഷേ പ്രവചനം കഴിഞ്ഞ് ഒരു 25 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഭൂകമ്പം ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോഴിതാ ജപ്പാനിൽ ഭൂകമ്പങ്ങളുടെ ഈ പരമ്പര തീരുന്നില്ലെന്ന് അറിയാൻ സാധിക്കുന്നത്. ജപ്പാനിൽ 6.0 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായിട്ടുള്ള ഭൂകമ്പമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ജപ്പാന്റെ ഭൂമി വീണ്ടും ആ ഭൂകമ്പത്തിൽ ഇളകി മറിഞ്ഞു. ജപ്പാനിലെ ഫോൺഷുവിൻ്റെ കിഴക്കൻ തീരത്തിനടുത്താണ് ഭൂകമ്പം ഉണ്ടായത്. അതിൻ്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 6.0 രേഖപ്പെടുത്തി. നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി ഭൂകമ്പം സ്ഥിരീകരിച്ചു. തക്കാസാക്കി നഗരത്തിന് ഏകദേശം 262 കിലോമീറ്റർ വടക്ക് കിഴക്കായി 50 കിലോമീറ്റർ താഴ്ചയിലാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിലും ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തി ഉയർന്നിട്ടുണ്ട്. ജാപ്പനീസ് പ്രാദേശിക സമയം ഒക്ടോബർ 5 ഉച്ചയ്ക്ക് 12:21 മുമ്പാണ് 5 ഉച്ചയ്ക്ക് 12:21 മുമ്പാണ് ഈ ഭൂകമ്പം ഉണ്ടായതെന്ന് ടോക്കിയോ, സെൻസായി, ഇവാക്കി എന്നിവിടങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടതായും ഇപ്പോൾ പറയപ്പെടുന്നു. ആളുകൾ വീടിന് പുറത്തേക്ക് ഭയന്നോടി എന്നുള്ളതാണ്. അതായത് ജപ്പാനിൽ ഭൂകമ്പം വരുമ്പോൾ ഈ ആൾക്കാർ കൊല്ലപ്പെടുന്നത് താരതമ്യേന കുറവാണ്. കാരണം അവിടെ ഭൂകമ്പം പ്രതിരോധത്തിനായി ആൾക്കാർ ഓൾറെഡി സജ്ജരാണ്. അവരുടെ വീടുകൾ പോലും പണിതിരിക്കുന്നത് ഈ ഭൂകമ്പത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് ആൾക്കാർ ജപ്പാനിൽ ഭൂകമ്പം വരുമ്പോൾ ഈ കെട്ടിടാവശിഷ്ടങ്ങളിൽപ്പെട്ട് മരിക്കുക എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ വളരെ കുറവാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ വീട്ടിൽ നിന്നും പുറത്തേക്ക് ചാടി ഇറങ്ങുകയാണ് പതിവ്. എന്തായാലും ഇപ്പോൾ ആൾക്കാർ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി. ഇതുവരെ ആളപായമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് റിപ്പോർട്ടുകളുണ്ട്. നിരവധി വീടുകളിലും കെട്ടിടങ്ങളിലും വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു. ജാഗ്രത പാലിക്കാൻ ഇപ്പോൾ പോലീസ് അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു വാർത്ത ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.